രണ്ട് ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം ദി എഡ്യൂക്കേറ്ററിൽ പല എപ്പിസോഡുകളുടെ താഴെ വന്നിരുന്നു. 2019 അന്ന് UGC ഇതിന് അപ്രൂവൽ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ചെയ്ത ആ എപ്പിസോഡിൽ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 2021 മെയ് സമയത്താണ് UGC അവരുടെ ആ ഒരു ഡിസിഷൻ മാറ്റി നിർത്തി 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാനുള്ള പരിഗണന നൽകുന്നത് ന്യൂസ് മീഡിയയിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നാം വായിക്കാനുമൊക്കെ ഇടയായത്. സോ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് UGC 2 ഡിഗ്രികൾ അപ്രൂവ് ചെയ്യുന്നു, ഡുവൽ ഡിഗ്രികൾ അപ്രൂവ് ചെയ്യുന്നു, ഒന്നിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അവസരവും നൽകുന്നു. വെൽക്കമിങ് ഓൾ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ. രണ്ട് ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാൻ പല കൂട്ടുകാർക്കും താല്പര്യമുണ്ട്. സോ ആ രീതിയിൽ താല്പര്യം കാണിക്കുന്ന കൂട്ടുകാരുടെ ഒരു ചോദ്യമായിരുന്നു 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാൻ UGC അപ്രൂവൽ നൽകുന്നുണ്ടോ എന്നുള്ളത്. 2021 മെയ് മാസത്തിലാണ് UGC ആദ്യമായിട്ട് പറ്റും എന്ന ഒരു കാര്യം പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതിനുശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സർക്കുലർ വരും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നൊക്കെ ആ ഒരു ന്യൂസിൻ്റെ ഭാഗമായിരുന്നു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചു. പക്ഷേ ഇന്ന് വന്ന ഒരു ന്യൂസാണ് UGC അപ്രൂവൽ നൽകി എന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഡീറ്റെയിൽ സർക്കുലർ പുറത്തിറങ്ങാൻ സമയമായി എന്ന കാര്യവും ഉണർത്തുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഡുവൽ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കോണ്ടന്റ് എന്നുള്ളത്. സോ ഈ 2 ഡിഗ്രികൾ നിങ്ങൾക്ക് ഫിസിക്കൽ മോഡിൽ ചെയ്യാം, ഡിസ്റ്റൻസ് മോഡിൽ ചെയ്യാം, ഓൺലൈൻ മോഡിൽ ചെയ്യാം. പക്ഷേ ന്യൂസ് മീഡിയയിൽ മറ്റും വരുന്ന സന്ദേശത്തിൽ അറിയിച്ചിട്ടുള്ളത് ഓൺലൈൻ ഡിഗ്രികളെക്കുറിച്ച്, ഫിസിക്കൽ ഡിഗ്രികളെക്കുറിച്ചുമാണ്. സോ ഫിസിക്കൽ ഡിഗ്രിയിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഡിഗ്രികളും അതോടൊപ്പം ഡിസ്റ്റൻസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകളെയും ഉൾപ്പെടുത്താം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഫിസിക്കൽ ഡിഗ്രികളുടെ കാര്യത്തിലും ഓൺലൈൻ ഡിഗ്രികളുടെ കാര്യത്തിലും തീരുമാനമായി. 2 ഡിഗ്രികൾ നിങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യാം. അതായത് 2 ഫിസിക്കൽ ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാം, 2 ഓൺലൈൻ ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാം, ഒരു ഫിസിക്കൽ ഡിഗ്രിയും ഒരു ഓൺലൈൻ ഡിഗ്രിയും ചെയ്യാം. ഇനി ഡിഗ്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ 2 എണ്ണം ഒന്നിച്ച് ചെയ്യാം, 2 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ചെയ്യാം, 2 ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാം. പക്ഷേ +2 കഴിഞ്ഞ് നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒരു UGയും PGയും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതോടൊപ്പം റെഗുലറായിട്ടുള്ള 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഡിഗ്രിക്കും യൂണിവേഴ്സിറ്റി കൽപ്പിച്ചിട്ടുള്ള മിനിമം അറ്റൻഡൻസ് ക്രൈറ്റീരിയ, ബാക്കിയുള്ള ക്രെഡിറ്റ് ഫുൾഫിൽമെൻറ്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പാലിച്ചിരിക്കണം. 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രത്യേകം കൺസെഷൻ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം UGC ഡുവൽ ഡിഗ്രി അപ്രൂവ് ചെയ്തിട്ടുള്ള ആ ഉത്തരവ് പുറത്തിറക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റികൾക്കാണ് ഈ ഡുവൽ ഡിഗ്രി അപ്രൂവ് ആയിട്ടുള്ള UGCയുടെ ഉത്തരവ് അവരുടെ നയത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവകാശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡുവൽ ഡിഗ്രി എങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ വരുന്നു എന്നുള്ളതും അതിലേക്ക് എങ്ങനെ അഡ്മിഷൻ നൽകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ നയത്തിൽ നിന്നാണ്, UGCയുടെ റൂളിൽ നിന്ന് അവർ എങ്ങനെയാണ് കാര്യങ്ങൾ അവരുടെ ബ്രോഷറിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൂടിയാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ 2 ഡിഗ്രികൾ ഡുവൽ ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിലുണ്ടാകുന്ന പ്രശ്നം പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരു ഡിഗ്രി തന്നെ മര്യാദക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത കുട്ടികളാണ് പലരും. ഈയിടെ വരെ വന്നൊരു ചോദ്യമാണ്, ഇനി ഡിഗ്രി തന്നെ ആവശ്യമുണ്ടോ, ഡിഗ്രി ആവശ്യമില്ല എന്നാണ് കൂട്ടുകാർ പറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വെച്ച് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ് പല കൂട്ടുകാർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രിയുടെ പ്രസക്തി തന്നെ തിരഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇനി 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ 2 ഡിഗ്രിയും ഒന്നിച്ചെടുത്ത് അവസാനം ഒരു ഡിഗ്രിയും മര്യാദക്ക് അവസാനിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരരുത്. അതുകൊണ്ട് തന്നെ ഡുവൽ ഡിഗ്രി എന്നുള്ളത് ഒരു സ്പെഷ്യൽ പ്രൊവിഷനാണ്. ചില കൂട്ടുകാർക്ക് ചിലപ്പോൾ സൈക്കോളജിയിൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, സോഷ്യോളജി റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കരിയർ പടുത്തുയർത്താൻ ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാം. പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് PG പ്രോഗ്രാമിലൊക്കെ ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. പക്ഷേ ഒരു ഡിഗ്രി പോലും മര്യാദക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ആൾക്കാർ ദയവായി 2 ഡിഗ്രികൾ എടുത്ത് നിങ്ങളുടെ കരിയറിനെയും എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിനെയും തകർക്കരുത്.
നിങ്ങളുടെ വീട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും സമയവും കാശും കളയരുത്. 2 ഡിഗ്രി ആയാലും 1 ഡിഗ്രി ആയാലും ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യുക. അതോടൊപ്പം ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ടും UGCയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഒരു കാര്യം ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പായിട്ട് ഉണർത്താനുള്ളത്, ഇതുവരെ UGCയുടെ ഒരു ഡീറ്റെയിൽ സർക്കുലാർ വരാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വ്യക്തത ഇനിയും വരാനുണ്ട്. മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം എന്നുള്ളത്, ചില കൂട്ടുകാർ ഓൾറെഡി ഡ്യുവൽ ഡിഗ്രി ഉള്ള ആൾക്കാരാണ്, ഒന്നിച്ച് ഡിഗ്രി ചെയ്ത ആൾക്കാരാണ്. പക്ഷേ UGCയുടെ ഉത്തരവ് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അന്ന് ചെയ്ത 2 ഡിഗ്രി ഒന്നിച്ച് ചെയ്തതാണ്, അത് അപ്രൂവൽ പ്രോസസ്സിന് പോകുമ്പോൾ ഇന്നത്തെ സർക്കുലാർ വെച്ച് അതിന് സാധൂകരിക്കാൻ പറ്റുമോ എന്ന ചോദ്യം വരാറുണ്ട്. വളരെ ലോജിക്കലായി റീസണിങ് ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് UGCയുടെ റൂൾ എന്നുള്ളത് 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ആ സമയത്ത് ചെയ്ത ഡിഗ്രികൾക്ക് UGCയുടെ ആ റൂളായിരുന്നു അപ്ലിക്കബിൾ ആയിരുന്നത്. പക്ഷേ ഇന്ന് എപ്പോഴാണോ ഈ ഉത്തരവ് ഒഫീഷ്യലായി പുറത്തു വന്നിട്ടുള്ളത്, ആ സമയം മുതലായിരിക്കും UGCയുടെ ഈ പുതിയ ഡ്യുവൽ ഡിഗ്രി എന്ന നയം വരുന്നത്. അതോടൊപ്പം UGC പ്രത്യേകം വ്യക്തമാക്കിയിട്ടുള്ളത്, UGCയുടെ ഈ ഉത്തരവ് യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റ് ചെയ്ത് അവരുടെ അധികൃതർ അതിനെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിലേക്ക് ആക്സെപ്റ്റ് ചെയ്ത് UGCയുടെ ആ ഒരു ഉത്തരവ് യൂണിവേഴ്സിറ്റിയിൽ കൂടി പബ്ലിഷ് ചെയ്യുന്നതിൽ കൂടി മാത്രമേ ആ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം പ്രാവർത്തികമാകൂ എന്ന കാര്യമാണ്. അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത്, ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. 2 ഡിഗ്രി ചെയ്ത ഒരു വിദ്യാർത്ഥി ഒരു എംപ്ലോയറുമായി നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഡിഗ്രിയും കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഹൈക്കോടതി പറഞ്ഞത്, 2 ഡിഗ്രിയും ആക്സെപ്റ്റ് ചെയ്യണോ ഇല്ലേ എന്നുള്ളത് പറയേണ്ടത് നിങ്ങളുടെ എംപ്ലോയറാണ്. അവർക്ക് അതിൻ്റെ കാര്യം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡമുണ്ട് എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് യുവർ യൂണിവേഴ്സിറ്റി. അക്കാഡമിക് തലത്തിലുള്ള ജോബാണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് അത് തീരുമാനിക്കാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ കൂട്ടിവായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എന്നാണോ UGCയുടെ ഈ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം യൂണിവേഴ്സിറ്റികൾ ആക്സെപ്റ്റ് ചെയ്ത് അവരുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്, അന്നു മുതലായിരിക്കും നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ പ്രാവർത്തികമായി അപ്ലിക്കബിളാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.